നോക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലി, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, 1 വെളുത്തുള്ളി കേട്ടോ, ഒരെണ്ണം മതിയേ. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, അത് ഏകദേശം 1 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഓപ്ഷണലാണ്. പിന്നെ ഇതുപോലെ യെല്ലോ കളർ ഉണ്ടെങ്കിൽ അതെടുക്കാം, സാഫ്രോൺ കളർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഒരു 1/2 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിൽ. ഇതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. 1 കിലോയ്ക്കുള്ള ആ ഒരു ഇതിലാണ് കേട്ടോ പറയുന്നത്, അളവാണ് പറയുന്നത്. ഇനി ഇതൊക്കെ കൂടെ നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. മല്ലി, കുരുമുളക് എല്ലാം ചേർത്ത് കൊടുക്കാം. ഒലിവ് ഓയിലും കളർ ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഫൈൻ പൊടിയായിട്ട് എടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് പൊടിച്ചിട്ടെടുക്കാം. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. കണ്ടപ്പോൾ ഉണ്ടാക്കി നോക്കണം തോന്നി, അതുകൊണ്ട് അപ്പോൾ ഒന്ന് ഷെയർ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു, അങ്ങനെ എടുത്തതാണ്. ഇപ്പോൾ ഇത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്, നല്ല പൊടിച്ച് നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി പൊടിച്ചതെല്ലാം കൂടെ ഒരു ബൗളിനകത്തോട്ട് മാറ്റി കൊടുക്കാം. അതിനകത്തോട്ട് കളർ ചേർത്ത് കൊടുക്കുക. കളർ തികച്ചും ഓപ്ഷണലാണ്. പിന്നെ ചെറിയൊരു കളർ നമുക്ക് ആ ഒരു യെല്ലോ കളർ ചോറിന് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് കളർ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 ഡ്രോപ്പാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഇത് കേക്കിനൊക്കെ യൂസ് ചെയ്യുന്ന മാജിക് കളറാണ് കേട്ടോ. അപ്പോൾ നമുക്കല്ലാതെ യെല്ലോ കളർ ഫുഡ് കളർ വാങ്ങിക്കാൻ കിട്ടും, അതാണെങ്കിലും മതി. അപ്പോൾ വളരെ കുറച്ച് മാത്രം, ഒരു പിഞ്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിനകത്തോട്ട് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം, ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത്, പക്ഷേ ഈ ഒരു നമ്മൾ മസാലയ്ക്ക് ഒലിവ് ഓയിൽ തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിലെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒലിവ് ഓയിൽ തന്നെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലൊരു പേസ്റ്റ് പോലെ ആവണം കേട്ടോ. കുറച്ച് ഒരുപാട് ലൂസും അല്ല, എന്നാൽ അധികം തിക്കും അല്ല, ആ ഒരു രീതിയിൽ വേണം ഇതൊന്ന് കിട്ടാനായിട്ട്. അതുപോലെ ആ ഓയിലൊക്കെ നല്ലതായിട്ട് തെളിഞ്ഞ് നിൽക്കും നമ്മൾ ഈ ഒരു ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് കഴിയുമ്പോൾ. എന്നിട്ട് നമ്മൾ ഓൾറെഡി ഉപ്പിട്ടതാണ്, എന്നാലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഉപ്പുണ്ടോയെന്ന്. ഞാനിപ്പോൾ ഇതുപോലെ 8 പീസാക്കിയാണ് ചിക്കൻ എടുത്തിരിക്കുന്നത്. ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കണം. ഇതിന് സ്കിന്നോട് കൂടിയ ചിക്കൻ എടുക്കുകയാണെങ്കിൽ അതാണ് കേട്ടോ ഒന്നും കൂടെ ടേസ്റ്റി ആയിട്ടുള്ളത്. ഇതിപ്പോൾ നമുക്ക് ഇവിടവും അങ്ങനെ സ്കിന്നോട് കൂടിയുള്ളത് കിട്ടാനില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ളത് കിട്ടുവാണെങ്കിൽ അതാണ് കുറച്ചും കൂടെ ബെറ്റർ. പിന്നെ പീസ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാനിതിപ്പോൾ ഒരു ചിക്കന് 4 പീസാക്കിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 2 പീസ് 4 പീസ് അങ്ങനെ നിങ്ങളുടെ ഇഷ്ടമുള്ളതുപോലെ ചെയ്തെടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മാഗ്നേറ്റ് ചെയ്തെടുക്കുക. ഫുള്ളായിട്ട് എല്ലായിടത്തും എത്തുന്ന രീതിയിലൊന്ന് നല്ലതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക. ഓരോ പീസിലായിട്ട് തേച്ച് കൊടുക്കുക. അപ്പോൾ മാത്രമേ എല്ലായിടത്തും ഒരേ രീതിയിൽ കിട്ടുള്ളൂ. നമ്മൾ വരയിട്ട് കൊടുത്തില്ല, അതിനകത്തൊക്കെ നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചാൽ നല്ല ഒരു ഫ്ലേവർ നമ്മുടെ ചിക്കനിൽ മൊത്തത്തിൽ കിട്ടും. എന്നിട്ട് ഇതൊരു 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ 1 മണിക്കൂർ ഫ്രീസറിലോ വെച്ചാൽ മതി. 1 മണിക്കൂർ വെക്കുന്നെങ്കിൽ ഫ്രീസറിൽ വെച്ച് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പുറത്ത് വെക്കുന്നുണ്ടെങ്കിൽ 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക കേട്ടോ. ഇനി ഇതൊക്കെ ഒന്ന് നല്ലതുപോലെ മാഗ്നേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ക്ലിം റാപ്പ് വെച്ച് റാപ്പ് ചെയ്ത് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിലിട്ട് നല്ലതുപോലെ ഒന്ന് അടച്ച് വെച്ചാലും മതി. ഇനി ക്ലിം റാപ്പ് ചെയ്തിട്ട് ഇതൊന്ന് ഫ്രിഡ്ജിലോട്ട് മാറ്റി കൊടുക്കാം. 2 മണിക്കൂറിന് ശേഷം നമുക്കിതെടുക്കാം. റൈസിലോട്ടുള്ള പ്രിപ്പറേഷൻസ് എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു സവാള, ഒരു മീഡിയം സൈസിലുള്ള സവാള, ഒരു അരമുറി ക്യാപ്സിക്കം, ഒരു മീഡിയം സൈസിലുള്ളതിൻ്റെ പകുതി മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ ക്യാപ്സിക്കം. പിന്നെ 3 പച്ചമുളക്, ഒരു 2 ചെറിയുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്താണ് കേട്ടോ, നല്ലപോലെ ചെറുതാക്കി ഫൈൻ ചോപ്പ് ചെയ്തത്. പിന്നെ കുരുമുളക്, പട്ട, 2 ഡ്രൈ ലെമൺ, 2 ബേ ലീഫ്, 3 കഷ്ണം പട്ടയാണ് എടുത്തിരിക്കുന്നത്. ഒരു 10 ഏലക്ക, 6 ഗ്രാമ്പു, 1 ടേബിൾ സ്പൂണ് ചെറിയ ജീരകം, 1 ടേബിൾ സ്പൂണ് മുഴുവൻ മല്ലി, പിന്നെ ഒരു 1/2 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിൽ, ആവശ്യത്തിന് ഉപ്പ്. ഇനി എടുത്തിരിക്കുന്നത് ബസ്മതി റൈസാണ്. ഇത് നല്ലതുപോലെ കഴുകി വെള്ളം പോകാനായിട്ട് വെക്കാം. കുതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല, നല്ലതുപോലെ കഴുകിയിട്ടൊന്ന് വെള്ളം മാറ്റിയെടുക്കാം. ഇനി ചുവട് കട്ടിയുള്ള പാത്രത്തിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതിനകത്തോട്ട് എണ്ണ ചൂടായി വരുമ്പോൾ സവോള ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ സവോള ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഗോൾഡൻ കളർ ആവുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. നല്ലതുപോലെ ഡാർക്ക് ആവേണ്ട, ഒരു ലൈറ്റായിട്ടുള്ളൊരു
കളറിൽ നിന്നും മാറിയിട്ട് വരുമ്പോഴത്തേന് ആ ഒരു സമയത്ത് ഇവിടെ നമ്മൾ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാനായിട്ട്. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ, ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടെ ആ കുഞ്ഞ് ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ഓൾ എന്ന ഓപ്ഷൻ വേണം നിങ്ങൾ കൊടുക്കാനായിട്ട്. എങ്കിലും ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഫ്ലെയിം കൂടിയും കുറഞ്ഞൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക. കാര്യം നമ്മൾ സവോള ഫസ്റ്റ് തന്നെ ഇടുമ്പം ഒന്ന് ചൂടായി വരാൻ ടൈം എടുക്കും. അപ്പോൾ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ കളർ മാറി തുടങ്ങുമ്പോഴത്തേനും അത് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കുക. അപ്പോൾ എപ്പോഴും ശ്രദ്ധിച്ച് വേണം നിൽക്കാനായിട്ട്. ഇത് ചെയ്യുന്ന കൂട്ടത്തിൽ വേറൊന്നിനും പോകരുത്. ആദ്യമേ തന്നെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. എടുക്കാനും ഇടാനുമുള്ള സാധനങ്ങളെല്ലാം അടുപ്പിച്ച് വെക്കുക. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു ചെറിയ വെളുത്തുള്ളി ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളി നല്ല ചെറുതാക്കി തന്നെ കട്ട് ചെയ്യുക. അതിന് അതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഈ ഒരു സവോള നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നവരെ വഴറ്റി കൊടുക്കുക. അതിനുശേഷം ബാക്കിയുള്ള എല്ലാതും കൂടെ ഇട്ട് കൊടുക്കുക. ബാക്കി വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം പിന്നെ സ്പൈസസ് അതുപോലെ എല്ലാം ചേർത്ത് കൊടുക്കുക. അതൊന്ന് ചേർത്ത് കൊടുത്ത ശേഷം ഒരുപാട് സമയം വഴറ്റേണ്ട ആവശ്യമില്ല. പിന്നെ അത് നമ്മൾ വെള്ളത്തിൽ നിന്ന് കുക്കായി കിട്ടുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വഴറ്റിയ ശേഷം ഒരുപാട് സോട്ട് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ബാക്കിയുള്ള സ്പൈസസ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുക. നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി ഇതിനകത്തോട് ചേർത്ത് കൊടുക്കുക. അരി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നമ്മൾ ബാക്കിയുള്ളതിനൊന്നും ഇതുപോലെയല്ല, വെള്ളത്തിൽ വെച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുത്ത ശേഷമാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. നേരത്തെ ഞാൻ 2-3 മന്തിയുടെ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അതെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. നമ്മൾ ഫിഷ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ബീഫ്, അതുപോലെ തന്നെ ചിക്കൻ മന്തി വേറെ ടൈപ്പിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന റെസിപ്പീസാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അതിന് നന്നായിട്ടൊന്ന് നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കണം. നല്ലതുപോലെ താഴെയും മേലെയൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇനി ഇതിനകത്തോട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. 1 കപ്പ് അളവിന് 1.5 കപ്പ് അളവിൽ വെള്ളം എന്നുള്ള രീതിയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് തീ നന്നായിട്ട് കുറച്ച് വെക്കണം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ നിന്നൊക്കെ മാറ്റി ലോ ഫ്ലെയിമിലോട്ട് ആക്കണം. ഇപ്പോൾ ഇത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ എപ്പോഴും ഒന്ന് മുന്നിൽ നിൽക്കുന്ന രീതിയിൽ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ശേഷം മാത്രം അടച്ചു വെക്കുക. കാര്യം ഇത് നമ്മൾ അടച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എല്ലാം വെന്തതിന് ശേഷം മാത്രമേ നമ്മളത് തുറന്ന് നോക്കുന്നുള്ളൂ. പിന്നെ നമുക്ക് ഉപ്പ് ചേർക്കാനായിട്ട് ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത ശേഷം മാത്രം ഇത് അടച്ചു വെക്കുക. എന്നിട്ട് ഇതുപോലൊരു ഫോയിൽ പേപ്പർ വെച്ച് കൊടുക്കുക.
എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ടൈറ്റാക്കി എടുക്കുക. പിന്നെ ഈ ഒരു ഇതുപോലത്തെ അലുമിനിയം പാത്രമോ അല്ലെങ്കിൽ അപ്പച്ചെമ്പാണെങ്കിൽ നമുക്ക് ഈ ഫോയിൽ പേപ്പറിൻ്റെ ആവശ്യം വരുന്നില്ല. അതിൻ്റെ അടിയിലത്തെ ഭാഗത്ത് നമ്മൾ ചോറെല്ലാം റെഡിയാക്കിയിട്ട് മേളിലത്തെ ഒരു ഓട്ടയുള്ള ഭാഗം ആ ഒരു ഇതുണ്ടല്ലോ അത് തട്ട് വെച്ച് കൊടുത്തിട്ട് അതിനകത്ത് ചിക്കൻ വെച്ച് കൊടുത്താൽ മതി. ചെറിയ ക്വാണ്ടിറ്റിയിലൊക്കെ ആകുമ്പം അങ്ങനെ ചെയ്താൽ മതി. ഇതിപ്പോൾ അത്രയും പീസ് നമുക്ക് അപ്പച്ചെമ്പിൽ വെന്ത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് ഫോയിൽ പേപ്പർ 2-3 അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിനൊരു ഹോളിട്ട് കൊടുക്കണം കേട്ടോ. ഹോളിട്ട് കൊടുത്ത ശേഷം വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. നല്ലതുപോലെ ടൈറ്റാക്കി കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ അലുമിനിയം പാത്രം സൈഡ് വക്കുള്ളത് എടുക്കുക. നോൺ സ്റ്റിക്ക് പാത്രം ആകുമ്പോൾ അതിന് സൈഡിൽ ഇതുപോലത്തെ വക്ക് ഒട്ടുമിക്ക പാത്രങ്ങൾക്കും ഇല്ല. അപ്പോൾ അതുപോലെ ഉള്ളതുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഈ ഒരു ഫോയിൽ പേപ്പർ നമുക്ക് കട്ടിയായിട്ട് നിന്നാലേ ചിക്കൻ അതിൻ്റെ ഭാഗത്ത് വെക്കുമ്പോൾ അത് താഴെ പോകാതിരിക്കുകയുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് കുറേ ഹോളിട്ട് കൊടുക്കുക. നമ്മൾ ഈ പപ്പടമൊക്കെ കുത്തിയെടുക്കുന്ന ഒരു കോലുണ്ടല്ലോ അത് വെച്ച് കൊടുത്താലും മതി, ഇല്ലാന്നുണ്ടെങ്കിൽ സ്റ്റിക്ക് വെച്ച് ചെയ്താലും മതി. അപ്പം നല്ലതുപോലെ ഹോൾസ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ ഒരു ഹോൾസിലൂടെ വേണം ആവി വന്നിട്ട് ആ ഒരു ആവി കിടന്നിട്ട് വേണം നമ്മുടെ ചിക്കൻ വേവാനായിട്ട്. ചിക്കൻ വെന്ത് കഴിയുമ്പോൾ അതിനുള്ള ആ വെള്ളവും ആ ഒരു ഓയിലും കാര്യങ്ങളെല്ലാം നമ്മുടെ ഈ ചോറിലോട്ട് ഇറങ്ങി വരും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇത് ചിക്കൻ ഓരോന്നായിട്ട് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലും ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്യുക. ഇപ്പോൾ നമ്മൾ ചിക്കൻ്റെ മുകളിലും വെച്ചിട്ടുണ്ട്. ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ ഒട്ടും തന്നെ നമ്മൾ എയറൊന്നും പുറത്തോട്ട് പോവില്ല. അപ്പോൾ ഇത് അടച്ചു വെക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. കാരണം ഇതൊരു ഷേപ്പില്ലാതെ കിടക്കുന്നുണ്ട്. നമ്മുടെ നോർമൽ അടപ്പ് വെച്ചിട്ട് അടയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലൊരു പാത്രമോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് കമഴ്ത്തി വെച്ചിട്ട് കൊടുക്കുക. അത് ഒരു 3/4 മണിക്കൂർ വേണം കേട്ടോ കുക്കാവാനായിട്ട്. അത് കുക്കാവുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ടുള്ള ചട്നി തയ്യാറാക്കിയെടുക്കാം. 2 തക്കാളി, ഒരു സവോളയുടെ പകുതി, ഒരു വെളുത്തുള്ളി, പച്ചമുളക്, ഒരു അല്പം മല്ലിയില, ഇത്രയും ഇട്ടിട്ട് ചോപ്പറിലിട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ മിക്സിയിലിടുവാണെങ്കിൽ അത് ഒരു ടേസ്റ്റ് കിട്ടില്ല, ഫുള്ളായിട്ട് അങ്ങ് അരിഞ്ഞു പോകും. ഇതൊന്ന് നമുക്കൊന്ന് ക്രഷ് ആ ഒരു രീതിയിലാണ് കിട്ടേണ്ടത്. എന്നിട്ട് മിക്സിയിലാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്ത് നോക്കുക. എത്രത്തോളം പെർഫെക്റ്റ് ആവുമെന്ന് അറിയില്ല. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ അളവിൽ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. നമുക്കിത് തിക്കായിട്ട് വേണ്ടവർക്ക് ഇങ്ങനെ എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് സെർവിങ് ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചട്നി ഇവിടെ റെഡിയാണ്. ഈ ഒരു സമയത്ത് തന്നെ ഞാൻ മയോണൈസും റെഡിയാക്കിയിട്ടുണ്ട്. മയോണൈസൊക്കെ എല്ലാവർക്കും റെഡിയാക്കാൻ അറിയാവുന്നതാണ്. ഞാൻ മുട്ടയും ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ട് നല്ലതുപോലെ ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തു. അതിനുശേഷം സൺഫ്ലവർ ഓയിൽ കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് കുറച്ച് വിനാഗിരിയും 1 ടീസ്പൂൺ വിനാഗിരിയും, ഒരു നുള്ളു കുരുമുളകും, ഒരു നുള്ളു പഞ്ചസാരയും കൂടെ ഇട്ട് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുത്തിട്ടാണ് മയോണൈസ്. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരു 3/4 മണിക്കൂർ തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. അടുക്കി പിടിക്കൊന്നുമില്ല. പിന്നെ തീ എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഇത് നമ്മുടെ ചിക്കനൊക്കെ നല്ലതായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കാം. ഇനി നിർത്തിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു നമ്മൾ ചാർക്കോളുണ്ടല്ലോ അതോ അല്ലെങ്കിൽ ചിരട്ടയാണെങ്കിലും മതി, ഒന്ന് കത്തിച്ച് കൊടുക്കുക. അപ്പോൾ ചാർക്കോൾ ഇല്ലാന്നുണ്ടെങ്കിൽ ചിരട്ട എടുത്താലും മതി. നല്ലതുപോലെ കത്തിച്ച് കൊടുക്കുക. ഒരു പാത്രത്തിൽ നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഇതുപോലെ 3-4 പച്ചമുളകൊന്ന് കുത്തി കൊടുക്കുക കേട്ടോ. പിന്നെ എന്നിട്ട് ആ ഒരു വേവിച്ച ഇറച്ചി ഉണ്ടല്ലോ അത് നമ്മളിതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കുക. ഒരു സ്മോക്കി എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഒരു കരി ഇട്ട സമയത്ത് തന്നെ നമ്മൾ ചാർക്കോൾ ആ ഒരു പുകയ്ക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ അതിൽ ഫോയിൽ പേപ്പർ വെച്ചിട്ട് പെട്ടെന്ന് കവർ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ആ സ്മോക്ക് എഫക്റ്റൊക്കെ നമുക്ക് ചിക്കനിൽ കിട്ടാതെ പോകും. പെട്ടെന്ന് തന്നെ ചെയ്യാം. ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം തീ ഓഫ് ചെയ്തിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇത് നമ്മുടെ ആ ഒരു മന്തിക്കൊക്കെ നല്ലൊരു ഫ്ലേവറും നല്ലൊരു മണമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊന്ന് സെർവിങ് ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. അതിന് നമ്മൾ ചിക്കൻ എല്ലാം മാറ്റിയെടുത്ത ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നാലേ ആ ഒരു ചിക്കനിൽ ആ ഒരു ഇറങ്ങി വന്നതും മുകളിൽ തന്നെ നിൽക്കുമായിരിക്കും. അപ്പോൾ അതൊന്ന് അടിയിലുള്ള റൈസിലും എല്ലാത്തിലും ഒരേപോലെ എത്തുമ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം. പക്ഷേ ഇങ്ങനെ കഴിക്കാനും ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഗ്രില്ല് ചെയ്തെടുക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ ഈ ഒരു ചിക്കൻ ഗ്രില്ല് ചെയ്തതിന് ശേഷം സ്മോക്ക് ചെയ്ത് എടുത്താൽ മതി.
ഒക്കെ ഇതും പച്ചമുളകും എല്ലാം ഒന്ന് മാറ്റി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇളക്കുന്ന സമയത്ത് എല്ലാം കൂടെ അങ്ങ് കുഴഞ്ഞ് വല്ലാതായി പോകും. അതുകൊണ്ട് അതൊക്കെ ഒന്ന് മാറ്റി കൊടുത്ത ശേഷം നമ്മൾ ചോറ് മാത്രമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മന്തി ഇവിടെ റെഡിയാണ്. എല്ലാവരും ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക് ഫോർ വാച്ചിങ്.